ഹായ് ഓൾ, വെൽക്കം ടു മീറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് LGS എക്സാമാണ് ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ LGS നോട്ടിഫിക്കേഷന് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്രയാണ് എന്നൊക്കെ നമുക്ക് ഈ സെഷനിലൂടെ മനസ്സിലാക്കി പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് മുൻപായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിച്ച് പോകാം. ഇതിന് മുൻപായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2023 ഡിസംബറിലാണ് വന്നിരുന്നത് എന്ന് ഓർക്കുക. ഡിസംബറിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്, അതും 2023. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 535/2023 ആയിരുന്നു ഇതിൻ്റെ കാറ്റഗറി നമ്പർ കേട്ടോ. നമുക്കറിയാം ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന് പറയുന്നത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഒരു പോസ്റ്റാണ് അല്ലേ. കൂടാതെ ഓർത്തിരിക്കുക, ഇതെന്താണ്, ഒരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം കൂടെയാണ് കേട്ടോ. ഇത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആകുമ്പോൾ തന്നെ എന്താണ്, ഇതിൻ്റെ ഓരോ ജില്ലയിലും അതിൻ്റെ കട്ട് ഓഫിലും എന്ത് വരും, വ്യത്യാസം വരും അല്ലേ. അപ്പോൾ നമുക്കിതിൻ്റെ കട്ട് ഓഫ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് അറിഞ്ഞിരിക്കുക, ഇത് ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എക്സാമാണ്. അതുപോലെ തന്നെ ഏജ് നമുക്കറിയാം, ഓരോ എക്സാമിനും അപ്ലൈ ചെയ്യാനുള്ള ഏജ് അല്ലേ, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണല്ലേ വയസ്സ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ LGS എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം OBC, അതുപോലെ തന്നെ SC ST കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ എന്താണ്, അതിൻ്റേതായ ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതായിരിക്കും അല്ലേ. OBCക്ക് 3 വർഷം വരെയും, അതുപോലെ തന്നെ SC ST കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് 5 വർഷം വരെയും കാലാവധി ലഭിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻ നമുക്ക് അറിഞ്ഞിരിക്കുക. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇത്, നമ്മുടെ LGS പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം, അതായത് നമുക്ക് 7ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ ബിരുദധാരികൾക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ലാത്ത ഒരു പോസ്റ്റും കൂടെയാണ് എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ കട്ട് ഓഫ് ഒന്ന് പരിശോധിച്ച് പോവാം. നമുക്കറിയാം, കട്ട് ഓഫ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ. കാരണം നമുക്കറിയാം, ഇനി ഒരുപാട് സമയം നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഇതിൻ്റെ എക്സാം വിളിച്ചിരുന്നത്, അതായത് നമുക്കറിയാം 2023 നോട്ടിഫിക്കേഷൻ വന്നു. ഏകദേശം 2024 ഇതിൻ്റെ എക്സാം നടന്നത് കേട്ടോ. 2024 എക്സാം നടന്ന് 2025 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ നമുക്കറിയാം, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 വർഷം വരെയാണ് ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത് എന്നായിരിക്കും, 2028 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഈ 2026 ഡിസംബറോടുകൂടി തന്നെ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. 2026 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം 2027 ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു എക്സാം ഒക്കെ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് 2028 ആകുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയുള്ളൂ അല്ലേ. അപ്പോൾ അറിഞ്ഞിരിക്കുക, എന്താണ്, നമുക്ക് 2026 ഡിസംബറോട് കൂടി തന്നെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് LGS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 7ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 7ാം ക്ലാസ് യോഗ്യതയാണ് ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു പോസ്റ്റുമാണ് ഇത് LGS എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പാലക്കാട് ജില്ലയിൽ എത്രയാണ്, 73.67 ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നതും എവിടെയാണ്, പാലക്കാട് ജില്ലയിലാണ് വന്നിരുന്നത്. കോഴിക്കോട് എത്രയായിരുന്നു, 73, കൊല്ലം 70, എറണാകുളം 68.33, അതുപോലെ തന്നെ കാസർഗോഡ് 68, വയനാട് 68, ആലപ്പുഴയിൽ എത്രയാണ്, 67.67. ഓരോ ജില്ല തിരിച്ചാണ് നമ്മൾ പറഞ്ഞു, ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, കട്ട് ഓഫുകളും വ്യത്യാസമുണ്ടല്ലേ, അറിഞ്ഞിരിക്കുക. തിരുവനന്തപുരം 65.33 ആണ്, തൃശ്ശൂർ 64, മലപ്പുറം ജില്ലയിൽ എത്രയായിരുന്നു, 61.33 ആയിരുന്നു, കണ്ണൂർ 59.33 ആയിരുന്നു, കോട്ടയം 57.33, പത്തനംതിട്ട 52.67 ആയിരുന്നു, ഇടുക്കി ജില്ലയിൽ എത്രയായിരുന്നു, 49.67. അപ്പോൾ നമുക്ക് ഈ ഒരു കട്ട് ഓഫ് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു, ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലാണ് അല്ലേ, 73.67 ആയിരുന്നു. എങ്കിൽ ഏറ്റവും കുറവ് എവിടെയാണ്, ഇടുക്കി ജില്ലയിലാണ് എന്ന കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. എത്രയാണ്, 49.67 ആണ് അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് അനുസരിച്ച്
വ്യത്യാസങ്ങൾ വരാം. പക്ഷേ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ നോട്ടിഫിക്കേഷൻ വരട്ടെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം എന്നൊന്നും ഓർത്ത് ആരും ഇരിക്കരുത്. കാരണം 7ാം ക്ലാസ് യോഗ്യതയുള്ളവരെ സംബന്ധിച്ച് നല്ലൊരു സർക്കാർ ജോലിക്ക് എത്താനുള്ള ഒരു മികച്ച അവസരമാണ് ഇത് LGS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ ആരംഭിച്ചുകൊള്ളുക. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2028 വരുന്ന പുതിയ റാങ്ക് ലിസ്റ്റിൽ നമ്മളുടെ പേരും കാണും അല്ലെങ്കിൽ കാണണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. അപ്പോൾ എത്രയും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ എല്ലാ ഹെൽപ്പും നമ്മുടെ മിൻറ്റ് PSCയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിവിധ എക്സാമുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ അപ്ലൈ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തുടങ്ങി വിവിധ എക്സാമുകൾ വിളിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരിക്കും. ഇനിയും സമയം വൈകിട്ടില്ല. നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് വരിക. നമ്മുടെ മിൻറ്റ് PSCയിൽ ഇതിൻ്റെ എല്ലാം കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇതിൽ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്, ബുക്സ്, ടെസ്റ്റ് സീരീസ്, മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നോട്ടിഫിക്കേഷൻ വരാൻ കാത്തിരിക്കാതെ എത്രയും വേഗം തന്നെ പഠിച്ച് മുന്നോട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.